കൂട്ടുകാരെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. നമ്മുടെ ഫെബിനുണ്ട്, പിന്നെ ദീപചേട്ടനുണ്ട്, പിന്നെ ബേസിനെ വിളിച്ചപ്പോൾ ബേസിൻ്റെ പുള്ളല്ലോ എവിടെയാണ് തെന്നി വന്നു, അതുകൊണ്ടാണ് വന്നില്ല. നമ്മളിന്ന് അൽഫാം കഴിക്കണേ. നമ്മളെല്ലാ ദിവസവും രാത്രി ഇങ്ങനെ കൂടും, ഇത് നമ്മുടെ ഹോബിയായി. ഇനി നമ്മളിന്ന് വന്നേക്കുന്ന വൈറ്റ് ഹൗസിലാണ്. നീ എന്തായിരുന്നു അൽഫാം? അൽഫാം, ഞാനൊരു ബിരിയാണി, ചേട്ടൻ എന്തായിരുന്നു എടുത്ത? ഒരു മന്തി ചിക്കനും 2 ചപ്പാത്തി. അപ്പം ഫുഡ് വന്നിട്ടുണ്ട്. എൻ്റെ ബിരിയാണി വന്നു, ചർലാസ്, സാലഡ്, ആൻസൻ്റെ ഫുഡ്. ചേട്ടൻ്റെ കൈമാറ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട്? കഴിച്ചായിരുന്നോ? പുളി കഴിച്ചായിരുന്നു. കഴിച്ചു. ഞാൻ വായി വെച്ചിട്ടില്ല, വായി വെച്ചിട്ട് പിന്നെ പറയാം. അത് ഈ ബാഗ് കൊണ്ടുവന്ന എൻ്റെ ഉദ്ദേശം തന്നെ ബാക്കി എടുത്തിട്ട് ഇട്ടുകൊണ്ട് പോകാനാണോ? ബാഗിനകത്ത് എൻ്റെ മറ്റേ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് എൻ്റെ ഡോക്ടറെ കാണിക്കാനുള്ളൂ. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടില്ല, പക്ഷേ ഗ്രേവി വലിയ കുഴപ്പമില്ല. എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഓരോ ദിവസവും ഇന്നോട്ട് ഡയറ്റ് തുടങ്ങും, ഇന്നോട്ട് ഡയറ്റ് തുടങ്ങുന്നു. ദഹിച്ചെടുക്കാനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ ഡയറ്റ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പുഴുങ്ങിയ ചിക്കനും 2 ചപ്പാത്തി, പേരിന് കുറച്ച് മൈനീസ്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ പ്രതീക്ഷ ടേസ്റ്റ് ഇല്ല. കാരണം ചപ്പാത്തിയോടൊപ്പമാണ്, എന്നാലും ഡയറ്റാണ് എനിക്ക്. മയോണൈസിന് ഒരു പ്രത്യേക കളർ മെനകെട്ടോട്ടെ ടേസ്റ്റ് ഉണ്ട്. ബില്ലടച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ബിരിയാണി കഴിക്കണ്ടായിരുന്നു, നമുക്ക് തോന്നുന്നു വേറെ ഫുള്ളായി. ഇനി നമ്മൾ നമ്മളിനി എങ്ങോട്ടാ? മൂലൻസ് അല്ലേ? മൂലൻസ്. നമ്മളിനി മൂലൻസ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. എനിക്ക് IELTS പഠിക്കാൻ പറ്റാത്തതിൽ അതിയായ വിഷമമുണ്ട്. പഠിക്കാൻ പറ്റാത്തല്ല, അവിടെ വേഗം ഇറങ്ങാൻ പറ്റിയിരുന്നു. വേഗം ഇറങ്ങിയോണ്ട് അതിയായ വിഷമമുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ കാണാൻ ഒരു ദിവസം വരാം. അപ്പം അവർ പോവാണ്. അവനെ ആൻസിനെ കൊണ്ടിട്ടിട്ട് തീർച്ചയായിട്ടും വന്ന് എന്നെ കൂട്ടുന്നതായിരിക്കും. പോയി. അപ്പം ദീപചേട്ടൻ വന്നു, ഞാനും ദീപചേട്ടനും പോവാണ് മൂലൻസിലേക്ക്. ചെറുതായിട്ട് ഒരു മഴയുണ്ട്. ഇവിടെ ആൻസിനോടെ അതേ നിൽക്കുന്നു ഗടി. നമ്മൾ മൂലൻസ് എത്തി. അപ്പോൾ നമ്മൾ റെഡ് ബുൾ എടുക്കാൻ പോവാണ്. ആൻസുണ്ട്. നമ്മളിങ്ങനെ തപ്പി അടക്കമാണ്. നമ്മൾ ഇന്നലെ ഒരു പീനട്ട് ബട്ടർ എടുക്കാം. എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ കഴിക്കാൻ ആവശ്യമുണ്ട്. ഒരു പീനട്ട് ബട്ടർ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഷുഗർ, ആഡഡ് ഷുഗർ 38.5 gram. സോ നമ്മളിത് എടുക്കുന്നില്ല. അതെടുത്തില്ല. ആൻസർ അതെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡ് ബുൾ തപ്പി എത്തിക്കാം. അവിടെ എല്ലുണ്ടോ? ഇവിടുന്ന് നക്കറ്റ്സ് മേടിക്കാനായിരുന്നു, പക്ഷെ ബിസ്മി പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാന്ന് വെച്ചു. വെള്ളത്തിലല്ല, അത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചാൽ മതി. കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട്. അതിന് 300 സംതിങ്, 375 പിന്നെ എടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം. എടുക്കുന്നുണ്ടോ മറ്റേത് പീനട്ട് ബട്ടർ എടുത്തോ? പീനട്ട് ബട്ടർ എടുത്തു. ചേട്ടി ഇത് കിട്ടിയോ? നമുക്ക് സാധാ റെഡ് ബുള്ള് കിട്ടിയില്ല, യെല്ലോ അഡീഷണൽ കിട്ടിയ. ഇത് എടുക്കണ്ടല്ലോ, ഇത് കൊള്ളില്ല. ഇല്ല, റെഡ് ബുള്ള് കുടിക്കണം. നമുക്ക് തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ ഗായ്സ് അതെടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് ബുള്ള് എടുത്തു. ഇനി നമ്മളിത് പീനട്ട് ബട്ടർ ആൻസിന് മാറ്റി വേറെ ഇതൊരും ബ്രാൻഡ് എടുക്കുവാണ്. അപ്പോൾ അത് തപ്പി പോവാണ്.
നമ്മൾ ആ സെക്ഷൻ എത്തി. നമ്മൾ സാധനം മേടിച്ച് ബില്ല് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ബില്ലടച്ച സാധനങ്ങൾ ബാഗിലിട്ടുണ്ട്. അവരിത് അങ്ങോട്ട് പോവാണ്. ഇത് കാണാം, സൈഡിൽ കുറേ ആൾക്കാർ നിന്ന് ചിരിക്കുന്നുണ്ട്. നമ്മൾ പരിഹരിച്ച് നമ്മളൊന്നും മൈൻഡാക്കുന്നതല്ല. 2 ചായയും 1 കാപ്പി. ചായ ഒന്നും ഇഷ്ടമില്ല ഗൈസ്. നമ്മുടെ ചായ ഇട്ട് ഞാനൊരു കോഫി, ദീപ് ചേട്ടൻ ചായ വിത്തൗട്ട്, ആൻസൺ കുടിച്ചുകൊണ്ടിരിക്കുന്നു വിത്തൗട്ട് അല്ലാത്ത ചായ. ഗൈസ് നല്ല ഊമ്പിയ കോഫിയാണ്. ദീപ് ചേട്ടൻ ചായ കൊള്ളുമോ? ഊമ്പിയ ചായ. ആൻസൺ ഇഷ്ടപ്പെട്ടു. ഗൈസ് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ആൻസണിന് ബസ് സ്റ്റാൻഡിലേക്ക് ഞാനും ദീപ് ചേട്ടൻ ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഒന്ന് കാണിക്കണം. അപ്പം ബൈ. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ.